ഈ കുഞ്ഞ് ഇന്ന് വലിയ പ്രശ്നക്കാരന്. വീട്ടില് പ്രശ്നം, സ്കൂളില് പ്രശ്നം, കൂട്ടുകാരുടെ ഇടയില് വലിയ അടിപിടി, ടീച്ചേഴ്സിനോട് വഴക്ക്. അവനെ ഒരു തരത്തിൽ ശിക്ഷിക്കാനോ ശാസിക്കാനോ വഴക്ക് പറയാനോ തിരുത്തലുകൾ നൽകാനോ ഒന്നും ആരും തയ്യാറായില്ല. ഞാൻ സിസ്റ്റർ ഷെറിൻ CSN നസ്രത്ത് ഫാമിലി റിട്രീറ്റ് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ബേസിക്കലി ഒരു ഫാമിലി തെറപ്പിസ്റ്റാണ്. ഈ എപ്പിസോഡിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശിക്ഷണ നൽകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുക. അജിതയ്ക്ക് 11 വയസ്സായ ഒരു മകനുണ്ട്. ഈ മകൻ ജനിച്ച് അധികം കഴിയുന്നതിന് മുൻപേ അവൻ്റെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ചു. അച്ഛനില്ലാത്ത കുട്ടി എന്ന നിലയിൽ അജിതയുടെ അച്ഛനും അമ്മയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എല്ലാവരും തന്നെ ഇവരെ വലിയ കരുതലോട് കൂടിയാണ് വളർത്തിയത്. ഒരു തരത്തിൽ ഇവരെ ശാസിക്കാനോ ശിക്ഷിക്കാനോ വഴക്ക് പറയാനോ ഒന്നിനും അവർ തയ്യാറായിരുന്നില്ല. ഒരാളുടെ കുറവ് നികത്താനായിട്ട് എല്ലാവരും പേരൻറ്റിൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവന് അമിതമായ ലാളനയും വലിയ സുരക്ഷിതത്വങ്ങളും ഇവർ നൽകി. അങ്ങനെ നൽകുമ്പോൾ കുട്ടികളിൽ വിപരീത സ്വഭാവശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് തുടങ്ങും. ഇപ്പം അവൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരെയും അനുസരിക്കില്ല. അവൻ്റെ ഇഷ്ടങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അവന് ഒരു വിധത്തിൽ ആർക്കും കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ കുഞ്ഞ് ഇന്ന് വലിയ പ്രശ്നക്കാരന്. വീട്ടിൽ പ്രശ്നം, സ്കൂളിൽ പ്രശ്നം, കൂട്ടുകാരുടെ ഇടയിൽ വലിയ അടിപിടി, ടീച്ചേഴ്സിനോട് വഴക്ക്. എപ്പോഴും സ്കൂളിൽ നിന്നും പോകുന്നിടത്തു നിന്നൊക്കെ പരാതിയായിട്ടാണ് ഇപ്പോൾ വീട്ടിലെത്തുക. അജിതയ്ക്ക് വലിയ സങ്കടമായി. അങ്ങനെ ആരോ പറഞ്ഞാണ് ഇവിടെ കൗൺസിലിങ്ങിനായി എത്തിയത്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ 3ാമത്തെ ഘട്ടത്തിലാണ് കുട്ടികളുടെ മനസാക്ഷി രൂപപ്പെടുന്നത്. അതായത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. ആ സമയങ്ങളിലാണ് കുട്ടികൾക്ക് ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നത്. സൂപ്പർ ഈഗോ വളരുന്നത് ആ സമയത്താണ്. ശരിയായിട്ടുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ജീവിതത്തിൻ്റെ ആദർശമായിട്ട് മാറുന്നു. കുട്ടികൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ തക്ക വിധത്തിൽ സ്ഥിരമായ ഒരു വളർത്തുന്ന പ്രക്രിയ ഉണ്ടാകണം. അതായത് കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞാൽ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ തെറ്റ് തെറ്റാണെന്ന് തന്നെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. അതേസമയം പാരൻസും കുടുംബത്തിലുള്ള മറ്റുള്ളവരും എല്ലാവരും വിവിധങ്ങളായ രീതിയിലാണ് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ കുട്ടിയിൽ ചിന്താക്കുഴപ്പങ്ങളുണ്ടാവും, കൺഫ്യൂഷനുണ്ടാവും. ശരിയേത് തെറ്റേതെന്ന് വിവേചിച്ചറിയാൻ അവന് കഴിയുകയില്ല. കുട്ടികൾ കാര്യങ്ങൾ പഠിച്ച് നല്ല വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ധാർമ്മിക ബോധമുള്ള കുട്ടികളായി വളർത്തുന്നത് ഈ സ്റ്റേജിലാണ്. ഈ അജിതയുടെ മകൻ്റെ കാര്യത്തിന് എന്താ സംഭവിച്ചത്? അവനെ ഒരു തരത്തിൽ ശിക്ഷിക്കാനോ ശാസിക്കാനോ വഴക്ക് പറയാനോ തിരുത്തലുകൾ നൽകാനോ ഒന്നും ആരും തയ്യാറായില്ല. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കണം. അതായത് അവർ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്തത് എന്നുള്ളതിന് അവരെയും കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുത്താൽ സെൽഫ് അവയർനെസ്സിലൂടെ അവർക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. കുഞ്ഞുങ്ങളുടെ സ്വഭാവം വിശകലനം ചെയ്യാൻ അവരെ തന്നെ പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഇഷ്ടക്കേടുണ്ടായത്, എന്തുകൊണ്ടാണ് വഴക്കുണ്ടായത്, അത് അവൻ്റെ തന്നെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ, മോശമായ സ്വഭാവം കൊണ്ടാണോ, നല്ല സ്വഭാവം കൊണ്ടാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കുട്ടികളുടേതായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനിയും സാധിച്ചില്ലെങ്കിൽ, ആ കുട്ടികളിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് തയ്യാറാകുക. നല്ല ഫാമിലി കൺസെപ്റ്റ് പകർന്നു കൊടുക്കുക. കുട്ടികളുടെ കൂട്ടുകാരുമായിട്ട് ഫാമിലി കണക്റ്റ് ചെയ്യുക. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും തന്നെ കുട്ടികളെ ഏർപ്പെടുത്തുക. പ്രത്യേകിച്ച് ടീനേജേഴ്സിന് വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോഴൊക്കെ അവരുടെ കൂടെ അഭിപ്രായങ്ങൾ ആരായുക.
അപ്പോൾ അവർക്ക് വീട്ടിലെ വേണ്ടപ്പെട്ടവരാണ് തങ്ങൾ എന്നൊരു ബോധ്യം കുട്ടികൾക്കുണ്ടാകും. അങ്ങനെ കുടുംബത്തോടൊരു കൂറും മാതാപിതാക്കളോട് ബഹുമാനവും ആദരവൊക്കെ കൂടാനായിട്ട് ഇങ്ങനെയുള്ള ഡയലോഗ് സിസ്റ്റം മൂലം കുട്ടികൾക്ക് സാധിക്കും. അതിന് മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവരുടേതായ കുറവുകൾ, അവരുടേതായ ഇഷ്യൂസുകൾ നന്നായിട്ട് ഫേസ് ചെയ്യണം. അത് സാധിച്ചില്ലെങ്കിൽ അവരും ഒരു കൗൺസിലിങ്ങിന് തയ്യാറാകുക. അതിലൂടെ കുടുംബത്തിലെ കുട്ടികളുടെ ശിക്ഷണം നന്നായി ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല ശിക്ഷണത്തിലൂടെയും ശാസനയിലൂടെയും കുട്ടികളെ വളർത്തി നല്ല പൗരന്മാരാക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ ഞാൻ നിർത്തുന്നു.